ടീച്ചർ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് കാന്താര സിനിമയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് ആയിട്ട് അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് ഇത്തരത്തിൽ കലാരൂപങ്ങൾ കാണുമ്പോൾ കാന്താര പോലുള്ള സിനിമകൾ ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കമൻറ്റുകളോട് എന്താ പറയാനായിട്ട്? അല്ല, അത് നമ്മുടെ സിനിമയിൽ ഈ ടീച്ചറിൽ വിട്ട ഒരു കൈനോട്ടക്കാരി അല്ലെങ്കിൽ മുത്തപ്പൻ, ഇതൊക്കെ നമ്മുടെ കേരളത്തിന് നമ്മുടെ അതിൻ്റെ ഓരോരോ ഏരിയാസിൽ വരുന്ന അത് നമ്മുടെ സിനിമയിൽ വളരെ വളരെ സട്ടിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള വലിയ ഏരിയാസാണ്. മുത്തപ്പനൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമ. അതുകൊണ്ടാണ് നമ്മൾ ടീച്ചർ വിട്ടപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കാന്താര സിനിമയിലൊന്നും ഒരു ബന്ധമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഈ മുത്തപ്പൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം കണക്റ്റഡ് ആണ്. ഒരു കൈനോട്ടക്കാരി മുത്തപ്പൻ, അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സലീമേട്ടൻ, മഞ്ജു ചേച്ചി ഗോപിയുടെ അമ്മയാണ്. ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ആൽപ്പറമ്പിൽ ഗോപിക്ക് ഈ പറഞ്ഞ പോലെ മുത്തപ്പനും ഇവരെല്ലാം. ഇതാണ് മലയാളിയുടെ ഒരു സ്റ്റോറി എന്ന ബേസിസിൽ നമ്മൾ അങ്ങനെ ഒരു ടീച്ചറുണ്ട്. നത്തിങ് ടു ഡു വിത്ത് നാട്ടാണ്. ഈ ട്രെയിലറിന്റെ അവസാനം മറ്റൊരു ടെറേനിൽ കൂടി ബസ് പോകുന്നതും നിവിന്റെ മറ്റൊരു ലുക്കും ഇതിൽ കാണുന്നുണ്ട്. അത് കുറച്ചൊരു ഫ്രാക്ഷൻ സെക്കൻഡ്സേ ഉള്ളൂ. അപ്പം സിനിമയിൽ ഒരു മലയാളി മറ്റൊരു നാട്ടിൽ പോയി ഒരു മാസ് ആവുന്ന ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ ഒരു രണ്ട് ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു ദിവസങ്ങളിലുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ചിലത് നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ടീച്ചറിലുണ്ട്, അത് തിയേറ്ററിൽ കാണാം. അല്ല, ബേസിക്കലി പറഞ്ഞത് സസ്പെൻസ് ഒന്നും ഇല്ല. പറഞ്ഞിട്ട് സസ്പെൻസ് ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് നിങ്ങൾ ഇന്നലെ ടീച്ചറെ കണ്ടതായിരിക്കാം ഒരു സസ്പെൻസ്. അതായത് ഇതിൻ്റെ ഒരു ലുക്കും കൂടെ ഉണ്ട്. അല്ലാതെ അതിപ്പലും ഈ ജനഗണമന പോലെ ഒരു ഹാർഡ് കോർ സസ്പെൻസ് ഡ്രിവൻ സിനിമയല്ല. ദിസ് ഇസ് എ വെരി ലൈറ്റ് ഹാർട്ടഡ് സിനിമ. അതിൽ ഇങ്ങനെ ഒരു ലുക്ക് ഉണ്ട്. അത് വ്യക്തമാക്കണമെന്നുണ്ടായിരുന്നു. അത് ഇന്നലെ ടീച്ചർ വിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ കാണത്തുള്ളായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് അത് ഇന്നലെ അത് വളരെ ക്ലീൻ ആയിട്ട് വിട്ടു. ഇത് ആക്ച്വലി ഞാൻ കണ്ടു കുറേ സിനിമകൾ, ഈ പറഞ്ഞ മൈ നെയിം ഈസ് ഖാൻ, അങ്ങനത്തെ കുറേ സിനിമകളുടെ റെഫറൻസ് ആണ് എന്ന് പറയുന്നവരാണ്. സത്യം പറഞ്ഞാൽ ആ സിനിമയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് കാണുന്നത്. അത് വേറെ ലെവൽ സിനിമയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജനഗണമനയുടെ സമയത്ത് നമ്മൾ ഏപ്രിൽ 20 ഇറങ്ങുന്നതിന് മുന്നേ അത് പലരും പറഞ്ഞു അബ്ദുൾ നാസർ മദനിയുടെ കഥയാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ഏപ്രിൽ 22 വന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി.